കൊല്ലം തടവ്. ഞാൻ ഇവിടെ ഇപ്പൊ ഒറ്റയ്ക്കാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പൊ കൊലക്കുറ്റാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലം. എന്തൊരു ജീവിതം. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി കൊണ്ടു തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. കൊണ്ടു തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് കൊണ്ടുതരാം. ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യം നാരായണി ഇത്. തരുമോ? അവിടെ തന്നെ നിൽക്കണേ. കേട്ടോ? കേട്ടോ. നാണമില്ലേ? നാരായണി, നാരായണി, എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. കള്ളി. ബഷീറേ, ബഷീറേ, ബഷീറേ. ഏ? ദൈവത്തിന് ഇങ്ങനെ സ്നേഹത്തിൽ വിളിച്ചിരുന്നെങ്കിൽ, വിളിച്ചിരുന്നെങ്കിൽ? സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ? ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേനെ. ദൈവം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടില്ല. ദൈവം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ വെളിച്ചം, ചൈതന്യം. ഞാനല്ലേ പ്രത്യക്ഷപ്പെടാറുള്ളത്? പിന്നെ വിളിച്ചിട്ട് ഇപ്പൊ എത്ര നേരമായി? ഞാൻ ചുംബിക്കുകയാണ്. മതിലല്ലോ. അല്ല, ഓരോ പൂവിലും, ഓരോ മുട്ടിലും, ഓരോ ഇടത്തും. എന്റെ ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, കൂട്ടിലുള്ള കെട്ടഴിച്ച് ആ നോവലിലെ ഒരു ഭാഗം ഇവിടെ അവതരിപ്പിക്കുന്നത് 10 ബിയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. കുട്ടികൾക്ക് സ്വാഗതം. കുട്ടികളുമായിട്ട് കൂട്ടുകൂടരുത്. നീയേ ആനമക്കായുടെ പുന്നാര മോള. നിന്റെ ഉപ്പാക്കെ ഒരു ആന ഉണ്ടായിരുന്നു, ഒരു വലിയ കൊമ്പനാന. എന്റെ പുന്നാരാനേ. പിന്നെ ഇതാണ് ഭാഗ്യമറുക്. നിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹജ്ജിന് പോവാൻ. നിന്റെ വാപ്പ പട്ടൈമക്കാക്കയുടെ കൂട്ടരില്ലെങ്കിൽ നിന്റെ കല്യാണം ഞാൻ നന്നായി നടത്തും. നിന്റെ വാപ്പ പട്ടൈമക്കാക്ക എന്നെ കെട്ടാൻ വന്നതേ ആ വലിയ ആനയുടെ പുറത്തിരുന്നാ. ബാപ്പ വന്നല്ലോ. ഇല്ലേ, മൂക്കി പറിച്ചു കേട്ടു. ഞാനേ ആനമക്കായുടെ പുന്നാര മോള. നിന്റെ ഉപ്പാക്കെ ഒരു ആന ഉണ്ടായിരുന്നു, ഒരു വലിയ കൊമ്പനാന. ഇല്ലേ, നിന്നെ മൂക്കി പറിച്ചു കേട്ടു. എനിക്ക് ലൈനസ് ഉണ്ട്, അറിയാമോ? ഓ, അല്ല, എഴുത്തുകാരെ പഠിപ്പിച്ച് കാഫിറാക്കാൻ എന്താണോ ചോദിക്കണേ? മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങോട്ട് പറയണ കേട്ടാ മതി. Ja.